birthday to you. Happy birthday to you. Happy birthday, dear Aishi. Happy birthday to you. ഹലോ, ഇന്ന് നമ്മൾ പോത്തീസിൽ വന്നേക്കുവാണ്. നമ്മുടെ ആരോൻ്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരിക ചെയ്തേ. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ആരോന് ഡ്രസ്സ് നോക്കാൻ പോയതാണെങ്കിലും വഴിയെ കണ്ടതേ ഈ ഡ്രസ്സിൽ എൻ്റെ കണ്ണൊന്ന് ചെറുതായിട്ട് ഉടക്കി. പിന്നെ മുകളിൽ ചെന്നപ്പോൾ കിഡ്സിൻ സെക്ഷനിൽ ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഏതെടുക്കണം എന്നറിയില്ല. എല്ലാം ഒരു 1500 റേഞ്ചിനകത്ത് തന്നെ ഉള്ളതാണ്. പക്ഷേ എന്താ പറയുക, ഏതെടുക്കണം എന്നുള്ളത് അറിയില്ല. അത് ഈ ഒരു മോഡൽ ഡ്രസ്സാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ അതേ മോഡൽ വേറെ ഒരു കളർ എനിക്ക് കിട്ടാനില്ല. നമ്മൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കുന്നത് തന്നെ. അപ്പം ഫസ്റ്റ് ഫോട്ടോഷൂട്ടാണ്, ബർത്ത്ഡേക്കും അത് തന്നെയാണ് ഇടുക. അങ്ങനെ എന്താ പറയുക, കുറേ നോക്കി ഈ കയ്യിലിരിക്കുന്ന ഡ്രസ്സാണ് ഞാൻ ഫൈനലൈസ് ചെയ്തിങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ വേറെ കുറേ മോഡലൊക്കെ നോക്കിയപ്പോൾ അതിനെല്ലാം 2000 എബോവ് ആണ്. അപ്പം ആരും എന്തായാലും സ്ഥിരമായി ഡ്രസ്സ് ഇടാൻ പോകുന്നില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചൊക്കെ ഇട്ടിട്ട് കളയാവുന്ന രീതിക്കുള്ള ഡ്രസ്സാണ് വാങ്ങിക്കാമെന്ന് ഉദ്ദേശിച്ചത്. ഒരുപാട് മോഡൽസ് ഉണ്ടായിരുന്നു, ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഫൈനലി ഈ ഒരു ഈ ഒരു ഉടുപ്പ് നമ്മൾ ഫൈനലൈസ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഫോട്ടോഷൂട്ടിന് പോവാം. അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ടിന് വന്നേക്കുവാണ് ആരുവിൻ്റെ. ഞാൻ ആളെ കാണിച്ചു തരട്ടെ. ഇതാരായി ഇരിക്കണേ? കാണിച്ചു കൊടുത്ത ഫ്ലവറൊക്കെ എത്തി. ഇതാണ് ഞങ്ങളുടെ ലുക്ക്, കണ്ടോ? ഞങ്ങൾ കഷ്ടപ്പെട്ട് രാവിലെ 7 മണിക്ക് ഇവിടെ എത്തിയിരിക്കുകയാണ് ലൊക്കേഷനിൽ. സൂപ്പർ അല്ലേ? ഡ്രസ്സ് കാണിച്ചു കൊടുക്കണ്ടേ? സിനിമ നടിയാണ്. ആരും നല്ല ക്യൂട്ടായിട്ടുണ്ട്. അമ്മയുടെ സെലക്ഷൻ എങ്ങനെയാണ് ഉടുപ്പിൻ്റെ? എല്ലാ സാധനങ്ങളും സെറ്റല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇഷ്ടമായില്ല അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, അത് മനസ്സിൽ റെഡിയാവുന്ന ഫോട്ടോഷൂട്ടിന് വേണ്ടി മേടിക്കുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സല്ലേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ ഇത് മേടിച്ചേ. പക്ഷെ അടിപൊളിയല്ലേ? റെയിൻബോ സൂപ്പർ. ഒന്ന് വിടർത്തി കാണിച്ചേ. അയ്യോ പൊക്കല്ലേ, വിടർത്തി കാണിക്കേ. ഒന്ന് കറങ്ങിക്കേ. അതൊന്നും ചെയ്യല്ലേ. അങ്ങോട്ടാണ് നോക്കണ്ടേ. ചിരിയില്ലാണ്ട് എൻ്റെ ക്യാമറയിൽ വർക്ക് ചെയ്യില്ല, അതാണ് പ്രശ്നം. ഇങ്ങോട്ട് നോക്കാം. ഇങ്ങനെ പൊക്കിയൊക്കെ പിടിക്കടാ. ഈ പൂവുള്ള സൈഡ് എപ്പോഴും നോക്കണം കേട്ടോ. അങ്ങനെ ഒരു കാര്യം ഇങ്ങനെ വെച്ചേ. ചിരിക്കടാ. പോരെ പോരെ പോരെ. വീഴരുത് തെറ്റി വീഴും. കഷ്ടകാലം എന്ന് പറയട്ടെ. രാവിലെ തുടങ്ങിയ ബർത്ത്ഡേ ദിവസം രാവിലെ തുടങ്ങിയ മഴയായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ കറണ്ട് പോയി. പിന്നെ 8 മണിയൊക്കെ ആയപ്പോഴാണ് കറണ്ട് വന്നത്. ആ ഒരു ടൈം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തത്. കാണുമ്പോൾ നിസ്സാര കാര്യമായിട്ട് തോന്നും, പക്ഷേ ഈ സംഭവങ്ങളെല്ലാം
എയർ നിറച്ച് സെറ്റാക്കാന്ന് പറഞ്ഞ ചെറിയ പരിപാടി അല്ലായിരുന്നു. പിന്നെ അച്ഛനണിനൊക്കെ വന്നിട്ടാണ് ചെയ്തത്. പിന്നെ ഇതെല്ലാം ഡോണറ്റ്സും നമ്മുടെ മഫിൻസും വെച്ചിട്ട് ഞാൻ ഈ കേക്കൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. ചോക്ലേറ്റ് കേക്കായിരുന്നു വാങ്ങിച്ചത്. ഹാരൂന് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് പിന്നെ ഇത് അതിനെയാണ് അമലാണ് എൻ്റെ കസിനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലായി. പിന്നെ കേക്ക് മുറിച്ചു. അപ്പോൾ കേക്ക് നന്നായിട്ട് റെഡിയായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ അവരോട് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അമ്മാമ്മയ്ക്ക് കൊടുത്തു. ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ വീട്ടിലാണ് ഇത് എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അമ്മാമ്മയ്ക്ക് ഇപ്പം അങ്ങോട്ടൊന്നും അവിടേക്ക് വന്ന് കേക്ക് മുറിക്കുമ്പോൾ അവിടെ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് അമ്മാമ്മയുടെ വീട്ടിലേക്ക് മാറ്റി. അല്ലെങ്കിൽ അത്ര വീട്ടിലാണ് ഞങ്ങൾ കേക്കൊക്കെ മുറിക്കുക. ഇത്തവണ ഞങ്ങൾ ഓർത്തു അമ്മാമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് അമ്മാമ്മയ്ക്ക് വരാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഇവിടെ വെച്ച് കേക്ക് മുറിക്കാമെന്ന്. പിന്നെ ആരോട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ കേക്ക് കൊടുക്കുന്നു, ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ വലിയ കാര്യമായിരുന്നു. പിന്നെ ആ 2 പിള്ളേരെ വിളിച്ച് അവളോട് നിർത്തിയേക്കുമായിരുന്നു. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്വാതി അവളുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന കുട്ടിയാണ്. പിന്നെ സ്വാതിയുടെ കസിനാണ് മറ്റേ കുട്ടി. അപ്പോൾ അവർ എൻറ്റയർലി ആ കൂടെ തന്നെ അവൾ നിർത്തി. അവരെ നടന്ന് പോകാൻ സമ്മതിച്ചില്ല. അങ്ങനെ പിന്നെ ഞാൻ ഗിഫ്റ്റ് ഓരോന്ന് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ് ആരൊക്കെ തന്ന ഗിഫ്റ്റാണെന്നിങ്ങനെ പറയുകയാണ്. ഈ ഗിഫ്റ്റിൻ്റെ ഒരു സെഷൻ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് കേട്ടോ. ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്, ചിക്കൻ 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 ഇങ്ങോട്ട് ചിക്കൻ അവിടെ ചിക്കൻ ചേച്ചി ഡോണ്ടു പറഞ്ഞു ഡോണ്ടു. ആദ്യം തന്നെ ആ ഡ്രസ്സ് അങ്ങോട്ട് മാറിയിട്ട് ഗിഫ്റ്റ് എല്ലാം കൂടെ വലിച്ചു വാരിയിട്ടു. പിന്നെ നാഗവല്ലി ആഭരണങ്ങൾ നോക്കുന്ന പോലെ ഇങ്ങനെ അവരെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഇതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇതിതാണ് ഇതിങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. എല്ലാം കഴിഞ്ഞൊന്നും പഠിക്കും. പിന്നെ ദേ ആൻറ്റി ഗിഫ്റ്റ് കൊടുത്തു, മാമൻ ഗിഫ്റ്റ് കൊടുത്തു, മാമൻ അനുഗ്രഹിച്ചു വിട്ടു. ആർട്ടിന്റെ ഇത് വാങ്ങിച്ചോണ്ടാ. നല്ലല്ലേ, ഇഷ്ടപ്പെട്ട എല്ലാം അതില്ലേ? മിക്കവരും അത് തന്നെ അല്ല വാങ്ങിച്ചത്. പക്ഷെ ബാക്കിയുള്ളത് അത് തന്നെ വാങ്ങിച്ച ശേഷം അമ്മ അത് എസ്തെറ്റിക് ആയിട്ട് അത് വാങ്ങിച്ചത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് നമുക്ക് ഈ ബർത്ത്ഡേക്ക് എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടിയെന്നുള്ളതിൻ്റെയാണ്. ആ വീഡിയോ ഉടനെ തന്നെ ഇതിൻ്റെ പുറകിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, എനിവേ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.